ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൃന്ദാവൻ പി സി വേൾഡ്. അപ്പോൾ അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ സ്റ്റഡീസിൻ്റെ ഒക്കെ ഒരു ഭാഗമായിട്ട് നമ്മൾ ഡേ 30 വരെയുള്ള സ്റ്റഡി പ്ലാനെ ബേസ് ചെയ്തിട്ട് ഒരു ചെറിയ മോക്ക് ടെസ്റ്റ് നടത്തുന്നതിനെ കുറിച്ച് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മിക്കവരും ഓക്കെ എന്നുള്ള രീതിയിൽ പറഞ്ഞതുകൊണ്ട് ഒരു എക്സാം നമ്മൾ നോക്കുകയാണ്. കുറച്ച് ക്വസ്റ്റ്യൻസ്, ഇതിൻ്റെ ഉത്തരങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ ഓരോന്ന് വായിക്കുമ്പോൾ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക ഓർമ്മയിൽ നിന്നെടുത്ത്. ഓക്കെ, ഇനി ഇതുവരെ കൃത്യമായിട്ട് പഠിച്ചു തുടങ്ങാൻ സാധിക്കാത്തവരുണ്ടെങ്കിലും അല്ലെങ്കിൽ സ്റ്റഡി പ്ലാനെ ബേസ് ചെയ്തിട്ട് പഠിക്കാൻ പറ്റാതെ പോയവർക്ക് ഇത് ആൻസർ ചെയ്യാൻ ശ്രമിക്കാം. ഓരോന്നും മാർക്ക് ചെയ്യുക അല്ലെങ്കിൽ ആൻസർ ചെയ്യുക നിങ്ങൾ. അതിനുശേഷം ഞാൻ ഇതിന്റെ ഉത്തരങ്ങൾ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ പിന്നീട് പബ്ലിഷ് ചെയ്യും. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഒന്നല്ലെങ്കിൽ ഈ വീഡിയോയിൽ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി പോസ്റ്റിൻ്റെ താഴെ. ഓക്കെ, അപ്പോൾ ഓരോ ചോദ്യം നിങ്ങൾ കാണുമ്പോഴും ആ ഏരിയാസും പഠിക്കാൻ ശ്രമിക്കുക. അത് PYQസിൻ്റെ ആണെങ്കിലും ശരി, മോക്ക് ടെസ്റ്റിൻ്റെ ആണെങ്കിലും ശരി, നിങ്ങൾ ഏത് ചോദ്യം കാണുകയാണെങ്കിലും ആ ചോദ്യം റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയയും കൂടെ പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് പഠനം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതുമാത്രമല്ല ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് എന്നുള്ളത് കുറച്ചും കൂടി മനസ്സിലാക്കാനും സാധിക്കും കേട്ടോ. ഇത് ഞാൻ മുൻപുള്ള വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഒന്നും കൂടെ പറഞ്ഞു എന്നുള്ളൂ. ഓക്കെ, അപ്പോൾ എനിക്ക് എക്സാംസ് ഉള്ളതുകൊണ്ട് അധികം സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എനിക്ക് ടൈപ്പ് ചെയ്ത് ചെയ്യാൻ സാധിച്ചിട്ടില്ല. എന്നിരുന്നാലും നെക്സ്റ്റ് ഇതിലൊക്കെ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ അങ്ങനത്തെയൊക്കെ സെറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, എന്നിരുന്നാലും ഇന്നത്തേൽ നമ്മൾ കറണ്ട് അഫെയർ ക്വസ്റ്റ്യൻസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ഇതിനു മുമ്പ് വരെ ഡിസ്കസ് ചെയ്തിട്ടില്ല, ഏപ്രിലിൻ്റെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതും ഈ ഒരു എക്സാമിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും, ഒരു ഫാക്ട് എന്നാണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ചോദ്യം നോക്കാം. ഒന്നാം സ്വാതന്ത്ര്യ സമര സമയത്തെ ഇന്ത്യയുടെ വൈസ്രോയ് ആയിരുന്നത് ആരാണ്? ചോദ്യം ഒന്നും കൂടെ ആവർത്തിക്കുന്നു. ഒന്നാം സ്വാതന്ത്ര്യ സമര സമയത്തെ ഇന്ത്യയുടെ വൈസ്രോയ് ആയിരുന്നത് ആരാണ്? ഓപ്ഷൻസ്: എ ലോർഡ് കാനിങ്, ബി ലോർഡ് ലിൻലിത്ഗോ, സി ലോർഡ് ഷെംസ്ഫോർഡ്, ഡി ഇവരാരുമല്ല. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. വേണാട് ഉടമ്പടി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വേണാട് ഉടമ്പടി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻസ്: എ ആറ്റിങ്ങൽ കലാപം, ബി അഞ്ചുതെങ്ങ് കലാപം, സി കുളച്ചൽ യുദ്ധം, ഡി ഇവയൊന്നുമല്ല എന്നാണ് കേട്ടോ. ഒരു ടൈപ്പിംഗ് എറർ വന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ. സോവിയറ്റ് യൂണിയനിൽ പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയ വർഷം? സോവിയറ്റ് യൂണിയനിൽ പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയ വർഷം? ഓപ്ഷൻസ്: എ 1926, ബി 1927, സി 1928, ഡി 1929. നാലാമത്തെ ചോദ്യം. ഏത് വർഷം നടന്ന INC സമ്മേളനത്തിലാണ് തീവ്രവാദികളും മിതവാദികളും മുസ്ലിം ലീഗും ഒന്നിച്ചു പ്രവർത്തിക്കാൻ തീരുമാനിച്ചത്? ഏത് വർഷം നടന്ന INC സമ്മേളനത്തിലാണ് തീവ്രവാദികളും മിതവാദികളും മുസ്ലിം ലീഗും ഒന്നിച്ചു പ്രവർത്തിക്കാൻ തീരുമാനിച്ചത്? ഓപ്ഷൻസ്: എ 1916, ബി 1917, സി 1919, ഡി 1920. ഓക്കെ, അഞ്ചാമത്തെ ചോദ്യം. എമിലി എന്ന കൃതി രചിച്ചിരിക്കുന്നത് ആരാണ്? എമിലി എന്ന കൃതി രചിച്ചിരിക്കുന്നത് ആരാണ്? ഓപ്ഷൻസ്: എ വോൾട്ടയർ, ബി റൂസോ, സി മൊണ്ടസ്ക്യൂ, ഡി ഇവരാരുമല്ല. ഓക്കെ, ആറാമത്തെ ചോദ്യം. അകക്കാമ്പിനെയും പുറക്കാമ്പിനെയും വേർതിരിക്കുന്നത് ഏത് ഡിസ്കണ്ടിന്യൂറ്റി ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അകക്കാമ്പിനെയും പുറക്കാമ്പിനെയും വേർതിരിക്കുന്നത്? ഓപ്ഷൻസ്: എ കോൺറാഡ് വിച്ഛിന്നത, ബി ഗുട്ടൻബർഗ് വിച്ഛിന്നത, സി റെപ്പറ്റി വിച്ഛിന്നത, ഡി ലേമാൻ വിച്ഛിന്നത. ഏഴാമത്തെ ചോദ്യം. ധ്രുവീയ സ്ട്രാറ്റോസ്ഫിയറിൽ കാണപ്പെടുന്ന മേഘപടലങ്ങൾ? ധ്രുവീയ സ്ട്രാറ്റോസ്ഫിയറിൽ കാണപ്പെടുന്ന മേഘപടലങ്ങൾ? ഓപ്ഷൻസ് ഇതൊക്കെയാണ്: എ സ്ട്രാറ്റസ്, ബി നിംബസ്, സി ക്യൂമുലസ്, ഡി ഇവയൊന്നുമല്ല. അടുത്ത ചോദ്യം. മണൽക്കല്ലിന് കായാന്തരീകരണം സംഭവിച്ച് ഉണ്ടാകുന്ന ശില ഏതാണ്? മണൽക്കല്ലിന് കായാന്തരീകരണം സംഭവിച്ചുണ്ടാകുന്ന ശില ഏതാണ്? ഓപ്ഷൻസ്: എ ഷിസ്റ്റ്, ബി സ്ലേറ്റ്, സി മാർബിള്, ഡി ക്വാർട്സൈറ്റ്. ഒൻപതാമത്തെ ചോദ്യം. പടിഞ്ഞാറൻ നേപ്പാൾ ഹിമാലയത്തിനും കിഴക്ക് ഭൂട്ടാനും അതിരുകളായുള്ള ഹിമാലയം? പടിഞ്ഞാറൻ നേപ്പാൾ ഹിമാലയത്തിനും കിഴക്ക് ഭൂട്ടാനും അതിരുകളായുള്ള ഹിമാലയം? ഹിമാചൽ ഹിമാലയം, ഡാർജിലിംഗ് സിക്കിം ഹിമാലയം, അരുണാചൽ ഹിമാലയം ഇവയൊന്നുമല്ല. അപ്പോൾ ഓപ്ഷൻസ് ഇതാണ്: എ ഹിമാചൽ ഹിമാലയം, ബി ഡാർജിലിംഗ് സിക്കിം ഹിമാലയം, അരുണാചൽ ഹിമാലയം ഇവയൊന്നുമല്ല. പത്താമത്തെ ചോദ്യം. കേരളത്തിലെ മണ്ണിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന മൂലകം?
കേരളത്തിലെ മണ്ണിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന മൂലകം? ഓപ്ഷൻസ്: എ ഇരുമ്പ്, ബി ടൈറ്റാനിയം, സി മഗ്നീഷ്യം, ഡി ഇവയൊന്നുമല്ല. 11ാമത്തെ ചോദ്യം. താഴെ പറയുന്ന അനുച്ഛേദങ്ങളിൽ 1949 നവംബർ 26 നിലവിൽ വന്നത് ഏതാണ്? താഴെ പറയുന്ന അനുച്ഛേദങ്ങളിൽ 1949 നവംബർ 26 നിലവിൽ വന്നത് ഏതാണ്? ഓപ്ഷൻസ്: എ അനുച്ഛേദം 5, ബി അനുച്ഛേദം 12, സി അനുച്ഛേദം 14, ഡി അനുച്ഛേദം 17. 12ാമത്തെ ചോദ്യം. മൗലികാവകാശങ്ങളെക്കുറിച്ചുള്ള പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം ഏതാണ്? മൗലികാവകാശങ്ങളെക്കുറിച്ചുള്ള പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം ഏതാണ്? ഓപ്ഷൻസ്: എ കറാച്ചി, ബി കൊൽക്കത്ത, സി ലാഹോർ, ഡി ബോംബെ. ഓക്കെ. 13ാമത്തെ ചോദ്യം. സംസ്ഥാന യുവജന കമ്മീഷനിൽ ചെയർമാൻ ഉൾപ്പെടെ എത്ര അംഗങ്ങളുണ്ട്? സംസ്ഥാന യുവജന കമ്മീഷനിൽ ചെയർമാൻ ഉൾപ്പെടെ എത്ര അംഗങ്ങളുണ്ട്? ഓപ്ഷൻസ്: എ 12, ബി 13, സി 14, ഡി 15. 14ാമത്തെ ചോദ്യം. സംസ്ഥാന ഇലക്ഷൻ കമ്മീഷന്റെ പോർട്ടലിന്റെ പേരെന്താണ്? സംസ്ഥാന ഇലക്ഷൻ കമ്മീഷന്റെ പോർട്ടൽ ഏതാണ്? ഓപ്ഷൻസ്: എ ജനഹിത, ബി ജനഹിതം, സി സിറ്റിസൺ, ഡി സി വിജിൽ. 15ാമത്തെ ചോദ്യം. സംസ്ഥാന ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ അധ്യക്ഷൻ? സംസ്ഥാന ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ അധ്യക്ഷൻ. ഓപ്ഷൻസ്: എ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ, ബി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ, സി ചീഫ് ഇലക്ടറൽ ഓഫീസർ, ഡി ഇവരാരുമല്ല. അടുത്ത ചോദ്യം. 16ാമത്തത്. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ നിലവിൽ വന്നത്? സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ നിലവിൽ വന്നത്? ഓപ്ഷൻസ്: എ 2012, ബി 2013, സി 2014, ഡി 2015. 17ാമത്തെ ചോദ്യം. ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് DRDO നിലവിൽ വന്നത്? ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് DRDO നിലവിൽ വന്നത്? ഓപ്ഷൻസ്: എ 1, ബി 2, സി 3, ഡി 4. 18ാമത്തെ ചോദ്യം. നെഗറ്റീവ് താപനില രേഖപ്പെടുത്താത്ത സ്കെയില്? നെഗറ്റീവ് താപനില രേഖപ്പെടുത്താത്ത സ്കെയില്? ഓപ്ഷൻസ്: എ കെൽവിൻ, ബി സെൽഷ്യസ്, സി ഫാരൻഹീറ്റ്, ഡി ഇവയെല്ലാം. 19ാമത്തെ ചോദ്യം. കത്തുമ്പോൾ വെളുത്തുള്ളിയുടെ ഗന്ധം പുറപ്പെടുവിക്കുന്ന ഫോസ്ഫറസ് രൂപാന്തരം? കത്തുമ്പോൾ വെളുത്തുള്ളിയുടെ ഗന്ധം പുറപ്പെടുവിക്കുന്ന ഫോസ്ഫറസ് രൂപാന്തരം? ഓപ്ഷൻസ്: എ വെളുത്ത ഫോസ്ഫറസ്, ബി ചുവന്ന ഫോസ്ഫറസ്, സി കറുത്ത ഫോസ്ഫറസ്, ഡി ഇവയെല്ലാം. 20ാമത്തെ ചോദ്യം. വിറ്റാമിൻ ജി എന്നറിയപ്പെടുന്ന വിറ്റാമിൻ? വിറ്റാമിൻ ജി എന്നറിയപ്പെടുന്ന വിറ്റാമിൻ? ഓപ്ഷൻസ്: എ വിറ്റാമിൻ B2, ബി വിറ്റാമിൻ B3, സി വിറ്റാമിൻ B5, ഡി വിറ്റാമിൻ B6. 21ാമത്തെ ചോദ്യം. ആന്റിവൈറസ് സോഫ്റ്റ്വെയർ എന്തിന് ഉദാഹരണമാണ്? ആന്റിവൈറസ് സോഫ്റ്റ്വെയർ എന്തിന് ഉദാഹരണമാണ്? ഓപ്ഷൻസ്: എ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, ബി യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ, സി ഫേംവെയർ, ഡി ഇവയൊന്നുമല്ല. 22ാമത്തെ ചോദ്യം. കമ്പ്യൂട്ടർ ഓഫാക്കിയാൽ ഉള്ളടക്കം നഷ്ടപ്പെടുന്ന ഒരു അസ്ഥിര മെമ്മറി? കമ്പ്യൂട്ടർ ഓഫാക്കിയാൽ ഉള്ളടക്കം നഷ്ടപ്പെടുന്ന ഒരു അസ്ഥിര മെമ്മറി? ഓപ്ഷൻസ്: എ റാം, ബി റോം, സി ഫ്ലാഷ് മെമ്മറി, ഡി ഹാർഡ് ഡിസ്ക്. 23ാമത്തെ ചോദ്യം. സംസാരിക്കുന്ന കഥകളി എന്നറിയപ്പെടുന്നത്? സംസാരിക്കുന്ന കഥകളി എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻസ്: എ യക്ഷഗാനം, ബി തുള്ളൽ, സി ചാക്യാർകൂത്ത്, ഡി പാടകം. 24ാമത്തെ ചോദ്യം. കുഞ്ചൻ നമ്പ്യാർക്ക് തുള്ളൽ പ്രസ്ഥാനത്തിന് പ്രചോദനമായ കലാരൂപം? ഓപ്ഷൻസ്: എ കഥകളി, ബി കൂത്ത്, സി പടയണി, ഡി തെയ്യം. 25ാമത്തെ ചോദ്യം. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷന്റെ ടോൾ ഫ്രീ നമ്പർ? സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷന്റെ ടോൾ ഫ്രീ നമ്പർ? ഓപ്ഷൻസ്: എ 1949, ബി 1950, സി 1905, ഡി 1951. 26ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ ആദ്യത്തെ സൗര നഗരം ഏത്? ഇന്ത്യയിലെ ആദ്യത്തെ സൗര നഗരം ഏത്? ഓപ്ഷൻസ്: എ സാഞ്ചി, ബി റാഞ്ചി, സി ഭുവനേശ്വർ, ഡി ഇവയൊന്നുമല്ല. 27ാമത്തെ ചോദ്യം. അടുത്തിടെ ഫിഫ റാങ്കിങ്ങിൽ 2ാം സ്ഥാനം നേടിയ രാജ്യം ഏതാണ്? അടുത്തിടെ ഫിഫ റാങ്കിങ്ങിൽ 2ാം സ്ഥാനം നേടിയത് ഏത് രാജ്യമാണ്? ഓപ്ഷൻസ്: എ അർജന്റീന, ബി ഫ്രാൻസ്, സി സ്പെയിൻ, ഡി ബ്രസീൽ. 28ാമത്തെ ചോദ്യം. 6ാം ബിംസ്റ്റെക് ഉച്ചകോടി വേദി? 6ാം ബിംസ്റ്റെക് ഉച്ചകോടി വേദി
ഓപ്ഷൻസ് എ ഇന്ത്യ, ബി തായ്ലൻഡ്, സി മ്യാൻമർ, ഡി ചൈന. 29ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ വേസ്റ്റ് ടു ഹൈഡ്രജൻ പ്ലാന്റ് സ്ഥാപിതമായത് എവിടെ? ഇന്ത്യയിലെ ആദ്യത്തെ വേസ്റ്റ് ടു ഹൈഡ്രജൻ പ്ലാന്റ് സ്ഥാപിതമായത് എവിടെ? ഓപ്ഷൻസ് എ ബോംബെ, ബി കൊൽക്കത്ത, സി പൂനെ, ഡി കൊച്ചി. 30ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ പോലീസ് ഡ്രോൺ യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ പോലീസ് ഡ്രോൺ യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? ഓപ്ഷൻസ് എ കൊച്ചി, ബി ചെന്നൈ, സി ഡൽഹി, ഡി കൊൽക്കത്ത. 30 ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. 30-ൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യാം. അതുപോലെ ഇതുപോലെയുള്ള എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത് നല്ലതല്ലേ എന്നുള്ളതും കൂടി കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഇതിൻ്റെ ആൻസേഴ്സ് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇടുന്നതായിരിക്കും. ഓക്കെ, ഇനി ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ നിങ്ങൾ പറയുക കേട്ടോ, കമൻറ്റ് ചെയ്യാം. ഓക്കെ.